ഹരാരി പറഞ്ഞ ഒരു കാര്യമുണ്ട്. മനുഷ്യനിങ്ങനെ ലോകത്തിലെ ഏറ്റവും വിശേഷ ബുദ്ധിയുള്ള, ലോകത്തെ അടക്കി ഭരിക്കുന്ന ജീവിയാണ് മനുഷ്യൻ എന്ന് മനുഷ്യന് മാത്രമേ അറിയാവുള്ളൂ. വേറെ ഒരു ജീവിക്കും ഈ സത്യം അറിയത്തില്ല, നമ്മൾ അടക്കി ഭരിക്കുന്നവരാണ് എന്നുള്ളത്. അതങ്ങനെ ആകാൻ കാരണം നമ്മുടെ ഒരു കോർഡിനേഷൻ കപ്പാസിറ്റിയാണ്. അങ്ങനെ കോർഡിനേഷൻ കപ്പാസിറ്റി ഉണ്ടായതിന് പിന്നിൽ കഥകൾക്ക് വലിയ പങ്കുണ്ട്. കഥകൾ എന്ന് പറയുന്നത് ആരോപിത മൂല്യം എന്ന് പറയുന്ന ഒന്നാണ്. ആരോപിത മൂല്യം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും ഒരു പരിധിവരെ കഥകളാണ്. ആ കഥകൾ നമ്മൾ വിശ്വസിക്കുന്നു. രാജ്യത്തിന്റെ അതിർത്തികൾ മനുഷ്യനുണ്ടാക്കിയ ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ്. ഒരു ബോർഡറിന് ഇപ്പുറത്ത് പാകിസ്ഥാനാണെന്നും ഇപ്പുറത്ത് ഇന്ത്യയാണെന്നും ഒരു കാക്കയ്ക്കോ ഒരു പൂച്ചയ്ക്കോ മറ്റൊരു ജീവിക്കും ഈ ലോകത്ത് അറിയില്ല. നമുക്ക് മാത്രമാണ് അവിടെ ഒരു വരയുണ്ടെന്നും ഈ വരയ്ക്ക് ഇപ്പുറം ഈ രാജ്യമാണെന്നും ഇപ്പുറം ഈ രാജ്യമാണെന്നും അറിയുള്ളൂ. നമുക്ക് മാത്രമാണ് 100-ന്റെ നോട്ടിന് 100-ന്റെ വിലയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന. അപ്പൊ അങ്ങനെ എല്ലാ ഫിക്ഷണൽ സ്റ്റോറീസ്, അങ്ങനെയുള്ള കഥകളിലാണ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഞാനൊരു പാർട്ടിയുടെ കൊടിയെടുത്ത് വലിച്ചു കീറിയാൽ എല്ലാവരും വന്ന് എന്നെ തല്ലാൻ കാരണം അതൊരു തുണിയാണെന്ന് ചിന്തിക്കാൻ പറ്റില്ല. ആ കൊടിയിന്മേൽ ഒരു വലിയ ആരോപിത മൂല്യമുണ്ട്. ഇതിനകത്തൊരു വലിയ കാര്യങ്ങളുണ്ട്, വലിയ ആശയങ്ങളുണ്ട്. അത് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിർത്തുന്ന ഒരു ചിഹ്നമാണ് അതിലുള്ളത് എന്നൊക്കെ ഉള്ള ആരോപിത മൂല്യങ്ങളുണ്ട്.